all. Our new section, two chords. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് കോഡ് അഥവാ ഞാൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ ഏറ്റവും വലിയ കോഡാണ് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ആ കോഡ്സിന്റെ പാർട്സിനുണ്ടാവുന്ന സ്പെഷ്യാലിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ എന്നുള്ളത്. രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എടുക്കാം സർക്കിളിലെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡും അതായത് ഡയമീറ്ററും, അതേപോലെ തന്നെ വരുന്ന സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വേറൊരു കോഡും ഇന്റർസെക്ട് ചെയ്യുന്നത് സർക്കിളിന്റെ സെന്ററിലാണ്. അതായത് ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. എല്ലാ ഡയമീറ്റേഴ്സും സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് ഡയമീറ്റേഴ്സും ഇന്റർസെക്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും സർക്കിളിന്റെ സെന്ററിലായിരിക്കും. ശരിയല്ലേ? എന്ന് മാത്രമല്ല, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏത് പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കിട്ടുന്ന 4 പാർട്സും ഈക്വൽ ആണ് എന്നുള്ളത് കൂടി നമുക്ക് ഇതൊന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഡയമീറ്റർ ആയിക്കൊണ്ടുള്ള കോഡാണ് നമ്മളിവിടെ ഇന്റർസെക്ട് ചെയ്തത്. ഇനി ഡയമീറ്റർ അല്ലാത്ത രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി രണ്ട് കോഡ്സ് കൺസിഡർ ചെയ്യുന്നു. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് കോഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന കോഡ് നമ്മൾ വരച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയുള്ള ഒരു വേറൊരു കോഡ് കൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് കോഡ്സും ABCD എന്ന് നെയിം ചെയ്യാം. ആ രണ്ട് കോഡ്സും ഇന്റർസെക്ട് ചെയ്തത് സർക്കിളിന്റെ ഉള്ളിലാണ്. എന്ന് മാത്രമല്ല, ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ P എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ പാർട്സിനുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് PA into PB is equal to PC into PD എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എയും സിയും തമ്മിൽ ആദ്യമായി ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ബിയും ഡിയും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് രണ്ട് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ PACയും ട്രയാങ്കിൾ PBDയും ആണ്. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം. AD എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർക്കായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു ആർക്കിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത്. അതായത് AD എന്ന് പറയുന്ന ആർക്കിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും. അതായത് ADയിൽ നിന്ന് പോകുന്ന രണ്ട് ആംഗിൾസ് ആണ് സിയും അതേപോലെ തന്നെ ബിയും. അതുകൊണ്ട് തന്നെ സിയും ബിയുടെയും മെഷർമെന്റ്സ് ഈക്വൽ ആണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം. അതേപോലെ തന്നെ BC എന്ന് പറയുന്ന ഈ ആർക്കിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സിയും ആണ്. ബിയിൽ നിന്ന് തന്നെ പോകുന്ന അതേപോലെ സിയിൽ നിന്ന് തന്നെ പോകുന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ ഡി. ഇനി ബിയിൽ നിന്നും സിയിൽ നിന്നും വരുന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ എ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ്സ് ഈക്വൽ ആണ്. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ PAC ആംഗിൾ C is equal to ആംഗിൾ B ആണെന്നും ട്രയാങ്കിൾ PBDയും നോക്കുന്ന സമയത്ത് ആംഗിൾ A is equal to ആംഗിൾ D ആണെന്ന് കിട്ടി. ഇനി പിയുടെ ചുറ്റുമുള്ള രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത്. സോ ട്രയാങ്കിൾ PACയിലെ 3 ആംഗിൾസ് ട്രയാങ്കിൾ PBDയിലെ 3 ആംഗിൾസുമായി ഈക്വൽ ആണ്. അതിനർത്ഥം ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡ്, ദാറ്റ് മീൻസ് PA by PC, PA by PC equal to ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ സൈഡ് PD by PB. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഈ C എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആണ് PA,
പി എ ബൈ പി സി എടുത്തു ഫസ്റ്റ് ട്രയാങ്കിൾ. ദെൻ സെക്കൻഡ് ട്രയാങ്കിൾ ഈ ആംഗിൾ ബി ആണ് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് പി ഡി ബൈ പി ബി എന്നെടുത്തു. ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റിയും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പി ഡി ഇൻറ്റു പി സി ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി എന്നുള്ളതാണ്. ശരിയല്ലേ? എങ്ങനെയാണ് രണ്ട് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ പി ബി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എങ്ങനെയാണ് നോക്കാം. പി എ എന്ന് പറയുന്നത് ഈ സൈഡും പി ബി എന്ന് പറയുന്നത് ഈ സൈഡും. ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്ന കോഡ്സിൽ വരുന്ന രണ്ട് പാർട്സ് ആണ് പി എയും പി ബിയും. ഈ രണ്ട് പാർട്സിന്റെയും കൂടിയുള്ള പ്രൊഡക്റ്റ് ആണ് പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കോഡായിട്ടുള്ള സി ഡിയിൽ വരുന്ന രണ്ട് പാർട്സ് ആണ് പി സിയും പി ഡിയും. ആ രണ്ടിന്റെയും കൂടിയുള്ള പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോഡിന്റെ രണ്ട് പാർട്സും തമ്മിലുള്ള പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് കോഡിന്റെ രണ്ട് പാർട്സും തമ്മിലുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, വൺസ് അഗൈൻ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്ന് മാത്രമല്ല ആ രണ്ട് കോഡ്സിന്റെയും പാർട്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പരസ്പരം ഈക്വൽ ആവുന്നുണ്ട്. അതിനർത്ഥം ഇവരുടെ ഏരിയ, ദാറ്റ് മീൻസ് നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്നുള്ളത്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഫസ്റ്റ് കോഡ് നോക്കുന്ന സമയത്ത് പി എയും പി ബിയും ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ലെങ്ത്തും ബ്രെഡ്ത്തുമായി എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പി ബിയും പി ഡിയും, ദാറ്റ് മീൻസ് ലെങ്ത്തും ബ്രെഡ്ത്തുമായി എടുക്കുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് കോഡിൽ വരുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തുമായി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോഡിൽ മേക്ക് ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കണം സെക്കൻഡ് കോഡിൽ മേക്ക് ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും. നോക്കാം, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോഡിനെ തിരിച്ചൊന്ന് നേരെ വരയ്ക്കുകയാണെങ്കിൽ ഇത് സർക്കിളിന്റെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത ലൈനാണ്. ദാറ്റ് മീൻസ് ഇതൊരു കോഡാണ്. ഇങ്ങനെ വേറൊരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞു ജോയിനിങ് പോയിന്റ്സ്, ദാറ്റ് ഈസ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് പി ആണ് എന്നുള്ളത്. എ ബി സി ഡി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമ്മൾ പറഞ്ഞു. അതിനർത്ഥം പി എ എന്ന് പറയുന്ന ഇവിടെ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കണം ഇവിടെ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും. ദാറ്റ് മീൻസ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സെയിം ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയ തന്നെ ആയിരിക്കണം സെക്കൻഡ് കോഡിൽ മേക്ക് ചെയ്യുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് മീൻസ് റെക്ടാങ്കിളിന്റെ ഏരിയയും. അതുകൊണ്ട് തന്നെ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന കോഡിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് പറയാൻ സാധിക്കും എങ്കിൽ നമുക്ക് പറയാം ലെഫ്റ്റ് സൈഡിൽ മേക്ക് ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിൽ മേക്ക് ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കോഡ് ഡയമീറ്റർ ആയിക്കൊണ്ട് വരുന്ന രണ്ട് ഡയമീറ്റേഴ്സ് സർക്കിളിന്റെ സെന്ററിൽ ഇന്റർസെക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ രണ്ടും ഡയമീറ്റേഴ്സ് അല്ലാതെ വരുന്ന രണ്ട് കോഡ്സിന്റെ ഇന്റർസെക്ഷൻ ആയിട്ടുള്ള രണ്ട് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒന്ന് ഡയമീറ്റർ ആയിട്ട് വരുന്നതും ഒന്ന് ഡയമീറ്റർ അല്ലാതെ വരുന്നതുമായിട്ടുള്ള കേസാണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ടും ഡയമീറ്റർ ആയി കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞു രണ്ടും ഡയമീറ്റർ അല്ലാതെ വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് ഒന്ന് ഡയമീറ്റർ ആയിട്ട് വരുന്നത്, ദാറ്റ് മീൻസ് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതും രണ്ടാമത്തെ കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലാതെ വരുന്ന കേസുമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. മൂന്ന് കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ രണ്ട് കോഡ്സിൽ രണ്ടും ഡയമീറ്റർ ആയി എടുക്കുന്നതും, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ടും ജസ്റ്റ് കോഡ്സ് ആയിട്ട് മാത്രം എടുക്കുന്നതും, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒന്ന് ഡയമീറ്ററും ഒന്ന് കോഡായി എടുക്കുന്നതുകൊണ്ടുള്ള കേസ് നമുക്ക് നോക്കാം. എ ബി സി ഡി ആണ് കോഡ്സിനെ നെയിം ചെയ്യുന്നത്. ദെൻ ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ പി എന്ന് നെയിം ചെയ്തു.
നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ള രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന 4 പാർട്സിന്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ളത്. ഇവിടെ നമുക്ക് അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് രണ്ടും കോഡ്സ് തന്നെയാണ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിളിലൂടെ ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 സെമി സർക്കിൾസ് ആണ്. അതായത് സർക്കിളിന്റെ ആ സെൻട്രൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2 പാർട്ടിലും ഈക്വൽ ആണ് എന്നുള്ളത്. അതിനർത്ഥം പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണ്. ബിക്കോസ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പി സിക്ക് പകരം പി ഡിയോ പി ഡിക്ക് പകരം പി സിയോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കേസിൽ ഈ ഒരു സ്പെഷ്യാലിറ്റി വരാൻ കാരണം എ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ ഡയമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, സി ഡി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഡായിട്ടും. രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് പിയിൽ നിന്ന് സിയിലേക്കുള്ള സെയിം ലെങ്ത് തന്നെയാണ് പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി സിക്ക് പകരം പി ഡിയോ പി ഡിക്ക് പകരം പി സിയോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി. പി ഡിക്ക് പകരം രണ്ടും സെയിം ആയതുകൊണ്ട് പി സി തന്നെ അപ്ലൈ ചെയ്തു. സോ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി എന്ന് നമുക്ക് പറയാം. സെയിം ഇത് നമ്മൾ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പി സി ഇൻറ്റു പി സി എന്ന് പറയുന്നത് പി സി സ്ക്വയറിനോട് ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പോൾ ഒരു രണ്ട് കോഡ്സിൽ ഒന്ന് ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ടും മറ്റേത് കോഡാക്കി എടുത്തുകൊണ്ടും വരികയാണെങ്കിൽ അത് രണ്ട് കോഡ്സും ഇന്റർസെക്ട് ചെയ്യുന്നത് സർക്കിളിന്റെ ഉള്ളിലാണ്. അതിനോടൊപ്പം തന്നെ പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പി സിയും പി ഡിയും ലെങ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പി സി സ്ക്വയർ എന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. സോ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും എന്നുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ അതേ തീരെ തന്നെയാണ് നമ്മൾ ഇവിടെയും വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണ് എന്നുള്ളത്. രണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ട് വരുന്ന റെക്ടാങ്കിളിനെ നമ്മൾ സ്ക്വയർ എന്നാണ് വിളിക്കുക. ശരിയല്ലേ? അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ട് വരുന്ന ദാറ്റ് മീൻസ് പി സിയും പി ഡിയും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത് ഒരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. സോ ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന സ്ക്വയറിന്റെ ഏരിയയും എന്നുള്ളത് നമുക്ക് ഇതൊന്ന് ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കേസസ് ആണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെഷ്യാലിറ്റിയാണ്. ഫസ്റ്റ് വൺ, കോഡിനെ നമ്മൾ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു 2 ഡയമീറ്റേഴ്സും സർക്കിളിന്റെ സെന്ററിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ് മീൻസ് അവിടെ ഫോം ചെയ്യുന്ന 4 പാർട്സും ഈക്വൽ ആയിട്ട് വരുന്നു. ദെൻ രണ്ടാമത്തെ കേസ് പറഞ്ഞു രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ കോഡ്സ് സെന്ററിൽ നിന്നും ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്ന് മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദെൻ തേർഡ് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞു ഒരു കോഡ് ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ടും സെക്കൻഡ് കോഡിനെ ജസ്റ്റ് കോഡാക്കി എടുത്തുകൊണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനർത്ഥം ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന സ്ക്വയറിന്റെ ഏരിയയുമായി ഈക്വൽ ആണ് എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2 കോഡ്സ് എന്നുള്ള സെക്ഷനിൽ പഠിച്ചത്. ഓക്കെ, ഇനി ഇതിന്റെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
പേജ് നമ്പർ 67 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇൻ ദ പിക്ചർ കോഡ്സ് AB ആൻഡ് CD ഓഫ് ദ സർക്കിൾ ആർ എക്സ്റ്റെൻഡ് ടു മീറ്റ് അറ്റ് P. ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് മീറ്റ് ചെയ്തിരിക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Prove that the angles of triangle APC and triangle PBD formed by joining AC and BD are the same. Prove that PA into PB is equal to PC into PD. Prove that if PB is equal to PD, then ABDC is an isosceles trapezium. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് P എന്ന് പറഞ്ഞു. ABCD എന്ന് പറയുന്നതാണ് രണ്ട് കോഡ്സ്. ഓക്കെ, ABCD എന്ന് പറയുന്ന രണ്ട് കോഡ്സ് പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്ത പോയിന്റ് P എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ PBDക്കും ഒരേ ഏരിയ തന്നെയാണ്. ABCയിലും PBDയിലും ഫോം ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനായി BD ലെങ്ത് ജോയിൻ ചെയ്യാം, AC ലെങ്ത്തും ജോയിൻ ചെയ്യാം. എയും സിയും ജോയിൻ ചെയ്തു, ബിയും ഡിയും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി PBD എന്ന് പറയുന്ന ട്രയാങ്കിളും PAC എന്ന് പറയുന്ന ട്രയാങ്കിളും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ P. സോ ട്രയാങ്കിൾ PBDയിലെ ആംഗിൾ Pയും ട്രയാങ്കിൾ PACയിലെ ആംഗിൾ Pയും ഈക്വൽ ആണ്, ബിക്കോസ് ഓഫ് that is a common angle. Okay, then next point, outer angle is equal to inner angle to the opposite vertex എന്നൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു പുറത്തുള്ള, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, D എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ഔട്ടർ ആംഗിൾ ആണ് BDP എന്ന് പറയുന്നത്. So outer angle is equal to the inner angle to the opposite vertex. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഫോം ചെയ്യുന്ന ആംഗിളുമായി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് PDB എന്ന് പറയുന്ന ആംഗിൾ എയുമായി ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഈ ബിയിൽ ഫോം ചെയ്ത ഈ ആംഗിളും ഒരു ഔട്ടർ ആംഗിൾ തന്നെയാണ്. സോ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ inner angle to the opposite vertex. So ഈ ആംഗിളുമായി ഈക്വൽ ആണ്. ശരിയല്ലേ? ആംഗിൾ D എന്ന് പറയുന്നത് ആംഗിൾ എയുമായി ഈക്വൽ ആണ് എന്നും ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ സിയുമായി ഈക്വൽ ആണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലായി. ഇതിനർത്ഥം എന്താണ്? PBD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും PAC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസുമായി ഈക്വൽ ആണ്. ശരിയല്ലേ? B എന്ന് പറയുന്നത് സിയുമായി ഈക്വൽ ആണ്, D എയുമായി ഈക്വൽ ആണ്, P യോട് തന്നെ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് വന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PC ഇൻറ്റു PD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ ഡിയുമായി ഈക്വൽ ആണ് എന്നുള്ളത്. അതായത് ട്രയാങ്കിൾ PACയിലെ മൂന്ന് ആംഗിൾസ് ട്രയാങ്കിൾ PBDയിലെ മൂന്ന് ആംഗിൾസുമായി ഈക്വൽ ആണ് എന്നുള്ളതിനർത്ഥം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആണ്, സിമിലർ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് PC എന്നുള്ളത്. സോ PC ബൈ ആംഗിൾ ഡിയുടെ ഓപ്പോസിറ്റ് സൈഡ് PB ആണ്. സോ PC ബൈ PB. ദെൻ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് PA. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് PD. ഇത് നമുക്ക് കിട്ടി PC ബൈ PB ഇസ് ഈക്വൽ ടു PA ബൈ PD എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. PC ഇൻറ്റു PD ഇസ് ഈക്വൽ ടു PB ഇൻറ്റു PA. ഓക്കെ, ആദ്യം നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്തു, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. PC ഇൻറ്റു PD ഇസ് ഈക്വൽ ടു PB ഇൻറ്റു PA എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇഫ് PB ഇസ് ഈക്വൽ ടു PD,
പി ബിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണ് എങ്കിൽ then ABDC is an isosceles trapezium. ഇവിടെ ഫോം ചെയ്യുന്ന എ ബി ഡി സി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണ് എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയില്ലേ. സോ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവില്ലേ. അതേപോലെ തന്നെ ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളിനോട് ഈക്വൽ ആണ് ഈ ആംഗിൾ എന്നുള്ളതിനർത്ഥം ഈ നാല് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത് കിട്ടി. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ് എന്നുള്ളതാണ്. എന്താണ് ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അല്ലാതെ വരുന്ന ബാക്കി രണ്ട് സൈഡ്സ് ഈക്വലുമായിട്ട് വരിക. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ബാക്കി വരുന്ന രണ്ട് സൈഡ്സ് ഈക്വലുമാണ് എങ്കിൽ നമുക്ക് ആ ക്വാഡ്രിലാറ്ററലിനെ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് വിളിക്കാം. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്നുള്ളതിൽ അർത്ഥം ഇത് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സി ഡി സൈഡ് ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എ ബി സൈഡുമായി ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മറ്റ് രണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ. പാരലൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കാം. ഈ നാല് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളതിനർത്ഥം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും ഈ ആംഗിളും 180 ഡിഗ്രി ലീനിയർ പെയർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആണ് എങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ബാക്കി രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു 20 ഡിഗ്രി ആണ് എങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടെയുള്ള സമ 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് 180 മൈനസ് 20 ദാറ്റ് മീൻസ് 160 ആയിരിക്കും ഈ ആംഗിൾ. ഇവിടെയും അതുപോലെ ഇതൊരു 20 ഡിഗ്രി ആണ് എങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടെയുള്ള സം ആയിരിക്കണം 180 ഡിഗ്രി. സോ 20 ആണെങ്കിൽ ഇത് 180 മൈനസ് 20 ദാറ്റ് ഈസ് 160 ആയിരിക്കും. ശരിയല്ലേ. ഇനി ഇവിടെ നോക്കിയേ ഈ രണ്ട് ആംഗിൾസും കൂടിയിട്ടാണ് 180 ഡിഗ്രി. ഇവിടെ ഫോം ചെയ്യുന്ന അതേ ആംഗിൾ തന്നെയാണ് ഈ ആംഗിളും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തന്നെയാണ് ഇതും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ 180 മൈനസ് ഇതാണ് എങ്കിൽ ഇതും അതേപോലെ 180 മൈനസ് ഇതാണ് എങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഇവിടെ വരുന്ന രണ്ട് ആംഗിൾസും എല്ലാം ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആംഗിളും കൂടി 180 ഡിഗ്രി ഫോം ചെയ്യും. ശരിയല്ലേ. ഇവിടെ രണ്ട് ആംഗിൾസും കൂടി ലീനിയർ പെയർ കിട്ടുന്നുണ്ട്, ഇവിടെയും ലീനിയർ പെയർ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ നാല് ആംഗിൾസും പരസ്പരം ഈക്വൽ ആണ്. അതിനർത്ഥം ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് ഇതാണ് എങ്കിൽ ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഫോം ചെയ്യുന്ന ഈ ആംഗിളും കൂടി 180 ഡിഗ്രി കിട്ടും. ദാറ്റ് മീൻസ് 180 ഡിഗ്രി ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഉള്ളിൽ വരുന്നു എന്നുള്ളതിനർത്ഥം എ സി എന്ന് പറയുന്ന ലൈനും ബി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. ശരിയല്ലേ. നമ്മൾ എവിടെയാണ് കോഇന്റീരിയർ എന്നുള്ള സ്പെഷ്യാലിറ്റി അപ്ലൈ ചെയ്യുക? രണ്ട് പാരലൽ ലൈൻസിന്റെ ഉള്ളിലാണ്. ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ദാറ്റ് മീൻസ് എ ബി ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ബി ഡി ലൈനും എ സി ലൈനും പാരലൽ ആണ് എന്നുള്ളത് കിട്ടി. ഓക്കെ. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡി സി ഇസ് ഈക്വൽ ടു എ ബി എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കോഇന്റീരിയർ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു എ സി പാരലൽ ടു ബി ഡി എന്നുള്ളത്. രണ്ട് സൈഡ്സ് പാരലലും അതല്ലാതെ വരുന്ന രണ്ട് സൈഡ്സ് ഈക്വലും ആവുകയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിനെ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് നമുക്ക് വിളിക്കാം. ഇത് തന്നെയല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളത്. ഓക്കെ. സോ ഹെൻസ് ദ പ്രൂഫ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 5. In the picture, a line through the center of a circle cuts a chord into two parts. ഒരു സർക്കിളിനുള്ളിൽ ഒരു കോഡിൽ നിന്ന് സെന്ററിലേക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കോഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് എന്താണ് എന്നാണ് പേജ് നമ്പർ 67 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്.
ഓക്കെ, ഈ സർക്കിളിന്റെ ഒരു കോഡാണ് 10 സെന്റിമീറ്റർ, 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സർക്കിളിന്റെ സെന്ററിൽ നിന്നുള്ള ഒരു ലൈൻ 5 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സർക്കിളിന്റെ റേഡിയസ് ആണ്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലെ. അതിനർത്ഥം സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് റേഡിയസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്കറിയാം, ഒരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിന്റെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും എന്നുള്ളത്. 10 സെന്റിമീറ്ററിന്റെ ഈ ലൈനിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? യെസ്, 10 സെന്റിമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. സോ ഈ ലെങ്തിനെ 5 സെന്റിമീറ്റർ എന്ന് വിളിക്കാം. നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് ഈ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇടയിലുള്ള ട്രയാങ്കിളിന്റെ ലെങ്ത് നമുക്ക് ഇതിന്ന് കിട്ടും. ഇത് 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ഇടയിൽ വരുന്ന ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. 5 സെന്റിമീറ്റർ മൈനസ് 4 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആണ് കിട്ടി. ഓക്കെ, ഇവിടെ നോക്കി, ഈ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്, ബേസ് 1 സെന്റിമീറ്റർ ആണ് എന്നുള്ളതിനർത്ഥം ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് പെർപെൻഡിക്കുലർ ലൈനിൽ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ആണ് അറിയാത്തത്. ദാറ്റ് ഈസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ദാറ്റ് ഈസ് 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നുള്ളതാണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. Okay, then altitude square is equal to hypotenuse square minus base square. 5 square minus 1 square, that is 25 minus 1 is equal to 24. Altitude square is equal to 24 എന്ന് കിട്ടി. നമുക്കറിയാം ബേസ് is equal to 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെ ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നുള്ളതാണ്. ഹൈപ്പോട്ടനസ് ആണ് ഇവിടെ വരുന്ന റേഡിയസ് ആയിട്ട് വരുന്നത്. സോ ബേസ് സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് 24 equal to hypotenuse square, that is 5 square 25 plus 24, that is 49 ആണെങ്കിൽ that is hypotenuse square is equal to 49. So hypotenuse is equal to square root of 49, that is 7 centimeter. So hypotenuse is equal to radius is equal to 7 centimeter എന്നുള്ളത് കിട്ടി. Okay, then our last question, question number 6. In the picture, a line through the center of a circle meets a chord of the circle. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിന് അതേ ഫോർമാറ്റ് തന്നെയാണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണെന്നും കോഡിന്റെ ലെങ്ത് 13 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ 2 pieces ഓഫ് ദ കോഡ്? കോഡിനെ ആ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് 3 സെന്റിമീറ്റർ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കോഡ് 2 പീസസ് ആയി കട്ട് ചെയ്യപ്പെടുന്നു. ആ കട്ട് ചെയ്യപ്പെടുന്ന ലൈൻസിന്റെ ലെങ്ത് ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. നമുക്കറിയാം പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യും എന്നും ഈ കോഡിനെ ഈക്വൽ ആയിട്ട് 2 പീസസ് ആയി കട്ട് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 13 സെന്റിമീറ്ററിനെ ഹാഫായി കട്ട് ചെയ്യുന്ന സമയത്ത് 6.5 സെന്റിമീറ്റേഴ്സ് ആയിട്ട് കട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ദെൻ റേഡിയസ് 7 സെന്റിമീറ്റർ ആണ് തന്നതുകൊണ്ട് തന്നെ ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. സോ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് പൈതഗോറസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. നമുക്ക് ഇവിടെ ബേസും ഹൈപ്പോട്ടനസും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ആൾട്ടിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് 7 സ്ക്വയർ മൈനസ് 6.5 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ആൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 6.75 എന്ന് നമുക്ക് കിട്ടും.
Okay, altitude is equal to 6.75 ആയതുകൊണ്ട് തന്നെ that means ഈ ലെങ്ത് 6.75 ആണ്. ഇനി ഉള്ളിലുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹൈപ്പോട്ടന്യൂസ് is equal to 3 cm എന്നും altitude is equal to 6.75 ആയതുകൊണ്ട് തന്നെ base square is equal to hypotenuse square minus altitude square, that is 3 square minus 6.75 എന്ന് അപ്ലൈ ചെയ്യാം. Okay, then base square is equal to 2.25 ആണെന്ന് കിട്ടും. Base is equal to 2.25 ആണ്, that is ഈ ലെങ്ത് base square is equal to 2.25 ആണ്, that is base is equal to 1.5 centimeter ആണ് കിട്ടി. സോ ഉള്ളിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്ററും ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 6.5 മൈനസ് 1.5 that is equal to 5 സെന്റിമീറ്റർ ആണ്. സോ കോഡിനെ രണ്ടായി കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കോഡ് ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്നും സോ റിമൈനിങ് പീസ് 13 മൈനസ് 5 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈ ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ കോഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് 3 സെന്റിമീറ്റർ ലൈൻ വച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പീസസ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും സെക്കൻഡ് പീസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.